ഓണം പ്രമാണിച്ച് ഏതാണ്ട് 6ഓളം ആർട്ടിസ്റ്റുകളെ ഇവർ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ പായസം ഉണ്ടാക്കി, അടുത്ത ആൾക്കാർ സാമ്പാർ ഉണ്ടാക്കും, വേറൊരു ടീം അവിയലുണ്ടാക്കും, വേറൊരു ടീം പച്ചടി ഉണ്ടാക്കും. ഫ്രീ ആയിട്ട് ഒരു ഓണസദ്യ. നമുക്കപ്പോൾ ഇന്റർവ്യൂ നടക്കും, കുക്കിംഗ് നടക്കും. ഞാനൊരു നടനായതുകൊണ്ട് ഉണ്ടാക്കുന്നതായിട്ട് അഭിനയിച്ചാൽ മതിയോ? എടുത്തോ, തിളക്കുന്ന എടുത്തോ. അങ്ങനെ നമ്മുടെ പാല് തിളച്ചിരിക്കുന്നു. പുതിയ റിലീസസ് ഏതൊക്കെയാ? അയ്യോ, എന്തൊരു ഫ്രഷ്. ഏത് നാളിലാണ് പൂക്കളം പരമാവധി വലുപ്പത്തിലിടേണ്ടത്? അല്ല. എന്റെ പൈസ കുറച്ച് കളഞ്ഞേക്കാന്ന് പറഞ്ഞ് പ്രൊഡ്യൂസറും തീരുമാനിച്ചിറങ്ങത്തില്ല. എന്നാൽ ഒരു പൊട്ടപ്പടം ഒരു കഥ എടുത്ത് ചെയ്തേക്കാന്ന് പറഞ്ഞ ഒരു സംവിധായകനും ഇറങ്ങത്തില്ല. എന്നാൽ പിന്നെ ഒരു വാളിപ്പടം ചെയ്തേക്കാന്ന് പറഞ്ഞ ഒരു നടനും ഡേറ്റ് കൊടുക്കത്തില്ല. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ സ്ട്രൈക്ക് ചെയ്യുമ്പോഴാണ് അവരൊരു സിനിമ ചെയ്യുന്നത്. ലാലേട്ടൻ പറയുന്ന പോലെ മോനെ തലവേദനയിൽ നിന്നും അത് ആസ്വദിക്കാൻ പഠിക്കണം. പരാജയങ്ങൾ ആസ്വദിക്കാൻ പഠിക്കൂ, അസഹിഷ്ണുത കാണിക്കാതിരിക്കൂ. ഓക്കെ, പായസം പിടിച്ചു തുടങ്ങി, നമുക്ക് എടുക്കാം. ഏത് നാളിലാണ് പൂക്കളം പരമാവധി വലുപ്പത്തിലിടേണ്ടത്? ഏറ്റവും വലുതാക്കി അല്ല. എനിക്കറിയില്ല. എന്നാലും ഒന്ന് കുറെ നാളുകൾ ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞ അനീഴം, തൃക്കേട്ട, ഞാൻ പറഞ്ഞതല്ല, മകയിരം, മൂലം, പൂരാടം. മകയിരമാണോ? അല്ല. അല്ല, പൂരം. അല്ല, പൂരാടം. പൂരാടം ആണോ? അല്ല, അതുമല്ല. ഇപ്പൊ പറഞ്ഞു, എനിക്ക് അറിഞ്ഞൂടാ. ബാക്കിയോടെ എല്ലാം ഇനി പറഞ്ഞു തരണം. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞുതരാം. അത്തം. വലിപ്പമൊന്നും നോക്കണ്ടെന്നേ, എല്ലാ ദിവസവും ഒരു ദിവസം എന്നാലും നമ്മളിപ്പോ അല്ലേ ഇങ്ങനെ വലിപ്പമൊന്നും നോക്കാണ്ട് ഇടുന്നത്. പണ്ടൊക്കെ വലിപ്പമൊക്കെ നോക്കി. ഈ ചോദ്യങ്ങൾ എവിടുന്നാ കണ്ടുപിടിച്ചത്? ഞാൻ ഉണ്ടാക്കിയതല്ല എന്തായാലും. അതെ, എവിടുന്ന് കണ്ടുപിടിച്ചത്? എവിടെ, നെറ്റിലുണ്ടോ അതോ? നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിലും പണ്ട് ഇങ്ങനെ ആയിരുന്നല്ലോ, അത്തപ്പൂ ഇടുമ്പോ. പണ്ടെന്ന് പറഞ്ഞ പണ്ടെന്നല്ല, കുറച്ച് വർഷം മുന്നേ. ഇപ്പോഴും കുഞ്ഞാണ്. പണ്ട് കുറച്ചും കൂടെ കുഞ്ഞായിരുന്നപ്പോ പണ്ടത്തെ ഓണമായിരുന്നു. ഓണമല്ലേ? അങ്ങനെയാണോ? ശരി, ഉത്തരം പറ. വലിയ ഉത്രാടം. ഉത്രാടം, അതായത് ഓണത്തിന്റെ തലേന്ന് അന്നാണ് ഏറ്റവും വലിയ പൂക്കളം ഇടുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ തിരുവോണത്തിന്റെ അന്ന് അത്തപ്പൂ ഇടാണ്ട് ഈ ഉത്രാടത്തിന് ഇടുന്നത് തന്നെ രാവിലെ വെക്കും, അങ്ങനെ എന്തോ അല്ലേ? എനിക്കറിയില്ല. ഞാൻ വെരി റീസെന്റ് ആണ് അത്തപ്പൂ ഒക്കെ വീട്ടിലിടും, അങ്ങനത്തെ ഒരു പരിപാടിയിലേക്കൊക്കെ വരുന്നത്. അതിനെ പറ്റിയൊന്നും അങ്ങനെ അറിയില്ല. അങ്ങനെ നമുക്ക് അത്തപ്പൂ ഇടായിരുന്നു. അത്തപ്പൂ ഇട്ടിട്ട് പായസം ഉണ്ടാക്കായിരുന്നു. അടുത്ത ചോദ്യം. അടുത്തത്, ഓണം പോലെ ഐശ്വര്യമുള്ള നാട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നാട്. ഓണം പോലെ ഐശ്വര്യമുള്ള നാട്. ഓണം പോലെ ഐശ്വര്യമുള്ള നാട് ചോദ്യമേ തെറ്റാണല്ലോ. അല്ല, ഓണം പോലെ ഐശ്വര്യമുള്ള നാട് അങ്ങനെ വിശേഷിപ്പിക്കുന്ന ഒരു നാടുണ്ട്. അതേതാണ്? മലനാട്. അല്ല. ഓണം പോലെ ഐശ്വര്യമുള്ള നാട്. ചോദ്യത്തിന് എന്താ പ്രശ്നം? ഉത്തരം പറയാൻ ഞാൻ കറക്റ്റ് ചോദ്യം പറയാം. ഇല്ല, അത് തന്നെയാണ്. ഓണം പോലെ ഐശ്വര്യമുള്ള നാട്, അങ്ങനെ ഒരു നാടിനെ വിശേഷിപ്പിക്കും. അതേത് നാടെന്ന്? ഇതിന് നാടൊക്കെ ഇങ്ങനെ ഒരു ക്ലൂ തരാം. ജില്ല പറയാം ഏതാണ്. ആലപ്പുഴ ജില്ലയാണ്. അതാണ് ക്ലൂ. മാവേലിക്കര. ഓണം പോലെ ഐശ്വര്യമുള്ള നാട് മാവേലിക്കര. ആലപ്പുഴ. അല്ല, ആലപ്പുഴ ജില്ലയിലെ ഒരു സ്ഥലം. അമ്പലപ്പുഴ. അല്ല. ആലപ്പുഴ. അല്ല. അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടോ ശരിക്കും? ചേർത്തല. പേര് കേൾക്കുമ്പോൾ അങ്ങനെ തോന്നുന്നു, ഓണം പോലെ ഐശ്വര്യമുള്ള നാട്. ഓണം പോലെ ഐശ്വര്യം. ഓടനാവട്ടം. അല്ല. അല്ല. ആലപ്പുഴയിൽ ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ പറഞ്ഞോ. ഹരിപ്പാട്, കായംകുളം, മാവേലിക്കര പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞാൽ ഓച്ചിറ. അല്ല. എല്ലാരും ഇങ്ങനെ ചിന്തിക്കുന്നു. അവിടെ പറഞ്ഞു തരാൻ. ആദ്യത്തെ അക്ഷരം പറ. ഓ. അല്ല. ഓ.
ഓ ഓ ഓ ഓമനപ്പുഴ. ഇല്ല. ഓ ഏ? ഓച്ചിറ. അല്ല, അത് പറഞ്ഞായിരുന്നു. ഓമല്ലൂരോ? അത് അത് അല്ല, അത് അവിടെ എന്റെ നാട്ടില്. ഓ തറ. അല്ല. ഓ പറ, ക്യൂരിയോസിറ്റി ആയി പറ. എല്ലാരും ചിന്തിക്കുന്നുണ്ട്, പറയൂ. എനിക്ക് ഇളക്കിക്കൊണ്ട് ചിന്തിക്കാം. കളക്കുന്നു വീണ്ടും. ചോദ്യം ചോദിക്കുമ്പോഴേ നമ്മൾ എങ്ങനെയാണെന്നറിയാമോ, ഓഡിയൻസിനെ കൺഫ്യൂസ് ചെയ്യിക്കാതെ ചോദ്യം ചോദിക്കണം. ഓഡിയൻസിനെ കൺഫ്യൂസ് ചെയ്യിക്കണം. അപ്പോഴെല്ലാം ഒരു അപ്പൊ ക്യൂരിയോസിറ്റി. ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടൊക്കെ ചോദിക്കണം. ഇപ്പം തിരിവുകൾ ഇല്ലാത്ത നാടിനെ പേരെന്തായിരിക്കും? തിരുവല്ല. തിരുവല്ലക്കാരനായോണ്ടാണോ അങ്ങനെ അല്ല, പറഞ്ഞത്? ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. അതുപോലെ ഓണം പോലെ ഐശ്വര്യമുള്ളൊരു നാട് എന്ന് പറയുമ്പോൾ നമുക്കൊരു അല്ല, ഐഡിയ നമ്മൾ കിട്ടും. ഓണം റിലേറ്റഡ് ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരു ക്വസ്റ്റ്യൻ ആണ്, ഓണം പോലെ ഐശ്വര്യമുള്ള നാട് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം, അത് ആലപ്പുഴ ജില്ലയാണെന്നും പറഞ്ഞു. ഇനിയും പറ, ഉത്തരം പറ. ആർക്കും അറിയില്ല? നിങ്ങക്ക് ഗസ് ഒക്കെ കഴിഞ്ഞു? കോട്ടയംകാർക്കായിട്ട് നിങ്ങൾക്ക് അറിയില്ലടാ ആലപ്പുഴയിലെ സ്ഥലം? പറ. ഓണാട്ടുകര. ഓണാട്ടുകര. നീ എവിടെ പറഞ്ഞു? അല്ല, സ്വാതി എവിടെ പറഞ്ഞു? ഓണാട്ടുകര. ഓണാട്ടുകരയും ഓണവും തമ്മിൽ ഓണാട്ട് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അതേസമയത്ത് മാവേലിക്കര എന്ന് പറഞ്ഞാൽ മാവേലിയുള്ള കരയെന്നാണ് അർത്ഥം. ഓണാട്ടുകര അതാണ്, ഓണവുമായിട്ട് ബന്ധമുള്ളതാണ്. അപ്പൊ മാവേലിക്കരയ്ക്ക് ബന്ധമില്ലേ? മാവേലി ഇല്ലെങ്കിൽ ഓണം തന്നെ ഇല്ല. മാവേലിക്കരയും ഇതുപോലെ ഐശ്വര്യമുള്ള ഒരു സ്ഥലം തന്നെയാണ്. ഓണാട്ടുകര മാത്രമല്ല. പക്ഷേ ഓണമാട്ടുകര എന്നല്ലല്ലോ, ഓണാട്ടുകര. അത് ഒരുമിച്ച് ഓണം ഓണമായിട്ട് കര നിക്കുന്ന മാവേലിക്കര ഇല്ല. ഇല്ല, ഞങ്ങളെ പഠിപ്പിച്ചപ്പോ മാവേലിക്കര എന്നായിരുന്നു. അതിനകത്ത് സംശയമില്ലാത്ത. എവിടെയായിരുന്നു പഠിച്ചേ? അടുത്ത ചോദ്യം കഴിഞ്ഞോ? ചോദ്യം ഇനി കുറച്ച് കഴിഞ്ഞിട്ട്. എപ്പോഴും ഇത് തന്നെ പോയി കഴിഞ്ഞാൽ ഒരു ഫൺ എലമെന്റ് മാത്രമല്ല, ഒരു ഗുണമുള്ള ചോദ്യം പോലും ഇല്ലായിരുന്നു. ഇങ്ങനെ പറയല്ലേ. അടുത്ത ചോദ്യം. അടുത്ത എന്താണ് പറയാനുള്ളത്? പിന്നെ കുറച്ച് പായസം തിളക്കട്ടെ. ജോയിക്കൊന്നും ചോദിക്കാനില്ല. ഇങ്ങനെ പറയല്ലേ പ്രശാന്ത് ചേട്ടാ. ഞാൻ ചോദിക്കാൻ ഓണത്തിന് പോയി കണ്ട ഒരു സിനിമ അനുഭവം, ഓണത്തിന് തിയേറ്ററിൽ പോയി കണ്ട ഒരു സിനിമ അനുഭവം ഓർത്തു പറയാം. നല്ല വലിയൊരു അനുഭവം ഉണ്ട് എനിക്ക്. പ്രേമം ഇറങ്ങിയ ടൈമില്. പ്രേമം ഓണത്തിനാണോ ഇറങ്ങിയത്? ഓണം റിലീസ് അല്ലായിരുന്നോ? ജൂൺ ആയിരുന്നു. അയ്യോ, അത് ഞാൻ ഓണം റിലീസ് എന്നാ വിചാരിച്ചത്. ഓണത്തിന് ഇറങ്ങിയ കഥ പറഞ്ഞാൽ മതി, പ്രേമത്തിന്റെ കഥ നമുക്ക് പിന്നെ പറയാം. ഓണത്തിനിറങ്ങി കഴിഞ്ഞ വർഷത്തെ ഓണം റിലീസ് ചെയ്തായിരുന്നു. ചെറുപ്പത്തിലെ കഥ പറഞ്ഞാൽ മതി. ചെറുപ്പത്തിൽ ഓണം റിലീസ് ഒന്നും അതൊക്കെ ഞാൻ ജനിക്കുന്നതിന് മുന്നേ ഇറങ്ങിയ പടങ്ങളാണ്. എനിക്ക് വലിയ പ്രായമൊന്നുമില്ല. മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ. എനിക്ക് വലിയ പ്രായമൊന്നുമില്ല. പ്രായം ഉണ്ടെങ്കിൽ തന്നെ എന്താ കുഴപ്പം? പ്രായം കൂടുന്തോറും ഞാൻ ജനിക്കുന്നതിന് മുന്നേ ഇറങ്ങിയ സിനിമകളാണ് അതൊക്കെ. വേറെ ഓണം റിലീസ് എനിക്ക് അങ്ങനെ ഒരു ഓർമ്മയില്ല. ശരി, അപ്പൊ വിശാശം ഏതാ പറഞ്ഞേതാ? അല്ല, ഈ ഇതൊക്കെ പുലിമുരുകനൊക്കെ ഓണം റിലീസ് ആയിരുന്നു അതൊക്കെ അല്ലേ? ഓണത്തിന് ഇറങ്ങിയെന്ന്. നരനൊന്നും ഞാൻ തിയേറ്ററിലല്ല കണ്ടത്. അതുണ്ട്. തിയേറ്ററിൽ പോണേക്കാൾ എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റിലൊക്കെ വരുന്ന സിനിമകളാണ്. മറ്റേ ഈ അതിന്റെ തീം സോങ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ സിനിമയുടെ ആഡൊക്കെ കാണിച്ചിട്ട് അത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എന്നിട്ട് സിനിമ 10 മിനിറ്റ് അരമണിക്കൂർ പരസ്യമൊക്കെ കണ്ട് അങ്ങനെ കണ്ടു പോകുന്നുണ്ടായിരുന്നു. തിയേറ്ററിൽ പോകുന്നതിനേക്കാൾ എനിക്ക് ചെറുപ്പത്തിൽ അങ്ങനെ കൂടുതലും ടി വിയിലാണ് കണ്ടിട്ടുള്ളത്. ആദ്യമായിട്ട് കിട്ടിയ മൊബൈൽ ഏതാണ്? നോക്കിയ ബട്ടൺ മൊബൈലാ? ബട്ടൺ മൊബൈൽ. അന്ന് പറഞ്ഞിട്ടുണ്ടോ മെസ്സേജ് ഗ്രൂപ്പായിട്ട് സെൻഡ് ചെയ്യുന്ന ഹാപ്പി ഓണം ഒത്തിരി പേർക്ക് അയക്കുന്നു. അതൊക്കെ അതിന്റെ മെമ്മറീസ് നിങ്ങൾ പറയോ? മെമ്മറി പറയാനാ പറഞ്ഞില്ലേ? ഫോണൊക്കെ ഇങ്ങനെ നിങ്ങൾ യൂസ് ചെയ്ത് തുടങ്ങി, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കും. നമ്മൾ അന്നേരം എന്തെങ്കിലും പറയും. അപ്പൊ ഇവര് പറയും നമുക്ക് തന്തവൈ വന്നു. ഇതുപോലെ എന്തെങ്കിലും പറയാൻ
നമുക്ക് അതുപോലെ ഇതുപോലെ പറയാനൊന്നുമില്ല. ഓണം സ്പെഷ്യല് നമ്മൾ വന്ന് കഴിയുമ്പം ഓണത്തിന്റെ മെമ്മറീസ്, ഓണക്കളികള്, ഓണം ഗെയിംസ്, വീട്ടിലെ ഓണം ഓർമ്മകള്, സ്കൂളിലെ ഓണം ഓർമ്മകള്, ഫ്രണ്ട്സായിട്ടുള്ള ഓണം ഓർമ്മകള്, പിന്നെ ഭാര്യയും കുട്ടികളെ കൊണ്ടായിട്ടുള്ള ഓണം, ആ മെമ്മറീസ് ഒക്കെ കേൾക്കാൻ നമ്മളും ഓഡിയൻസ് ഒക്കെ എപ്പോഴും ഭയങ്കര ക്യൂരിയസ് അല്ലേ, അതറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അതാണ് ചേച്ചി ഇപ്പൊ ഫോൺ അതിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഓർമ്മ വന്നത്. ഫോൺ കിട്ടാന്ന് വെച്ചാൽ നമുക്കത് ആദ്യത്തെ ഒന്നും ഫോൺ കിട്ടിയത് എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല, നമുക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല. പക്ഷെ പണ്ടൊക്കെ മറ്റേ കീപാഡ് ഫോണൊക്കെ ഉണ്ടാകുന്ന ടൈമിൽ ഇങ്ങനെ ഹാപ്പി ഓണം അയക്കുന്നതും ചില ആൾക്കാരൊക്കെ വിളിച്ച് ഹാപ്പി ഓണം പറയുന്നത്, അതിൽ നിന്ന് ഇപ്പം നേരെ വാട്സപ്പില് അതിൽ പലരും ഹാപ്പി ഓണം അയക്കുന്നത് തുറന്നുകൊണ്ട് നോക്കില്ലല്ലോ, ഇല്ല. അപ്പൊ അങ്ങനത്തെ അതൊക്കെ എങ്ങനെയാ ആ കാലഘട്ടത്തിലെ ഓർമ്മകളൊക്കെ നയവർക്കാനായിട്ട്? ആ കാലഘട്ടത്തിലെ ഓർമ്മകൾ ഇതുപോലൊക്കെ തന്നെ ഹാപ്പി ഓണം ഗ്രൂപ്പായിട്ട് അയക്കും. പിന്നെ ഈ കുത്തും കോമയും ഇട്ടിട്ട് വള്ളമൊക്കെ ഉണ്ടാക്കും ആൾക്കാർ. കുത്തും കോമയും മറ്റേ സ്ലാഷും ഹാഷും ഒക്കെ ഇട്ടിട്ട് വള്ളമൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതൊക്കെ ക്രിയേറ്റീവ് വർക്ക്, അല്ലെങ്കിൽ അത്ഭുതത്തോടെ നമ്മൾ ആദ്യം ഇത് കൊള്ളാലോ, ഇവനെ സമ്മതിക്കണം. പിന്നെ ഒരാൾ ഇങ്ങനെ നിന്നിട്ട് മറ്റേ എല്ലാം കുത്തും കോമയുള്ള സാധനം, ഇങ്ങനെ ഒരു സാധനം വരും, പിന്നെ അത് ഇങ്ങനെ പോകും, പിന്നെ അത് ഇങ്ങനെ പോകും, എന്നിട്ട് പടക്കം പൊട്ടുന്ന പോലെ വരും, എന്നിട്ട് ഹാപ്പി ഓണം എഴുതി വരുന്ന ഇങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു ആദ്യം. അപ്പോൾ അതൊക്കെ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടൊക്കെ തോന്നിയിരുന്നുണ്ട്. അങ്ങനെ ഗ്രൂപ്പായിട്ട് പലർക്കും അയച്ചു. പിന്നെ കുറെ നാൾ കഴിയുമ്പോഴത്തേന് ഇതിനൊരു മടുപ്പ് വരുമല്ലോ, അങ്ങനെ അത് പറഞ്ഞില്ലാതായി. പിന്നെ വളരെ അടുപ്പം നമുക്ക് സിനിമയിലായതുകൊണ്ട് തന്നെ ഈ സംവിധായകരെയും തിരക്കഥാകൃത്തുകളൊക്കെ വിളിച്ചിട്ട് ഹാപ്പി ഓണം അറിയിക്കുക, ഓർമ്മിപ്പിക്കുക എന്നൊക്കെയുള്ള പരിപാടികളൊക്കെ അതിന്റെ വാലം നടന്നിരുന്നു. പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി അതിന് വലിയ അർത്ഥമൊന്നുമില്ല. അർത്ഥമില്ലാന്ന് തോന്നി. കാരണം അല്ല എപ്പോഴും ചാൻസ് ചോദിക്കുന്നില്ല. നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ നമ്മളെ വിളിക്കുമ്പോൾ അളിയ എന്തോ ഇടാ അവിടെ ഓണം എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഇല്ലേ, അപ്പോൾ അത് മനസ്സിലായി കഴിയുമ്പോൾ നമ്മളും അതുപോലെ മാത്രമേ അങ്ങോട്ട് നമ്മൾക്ക് അത്ര വേണ്ടപ്പെട്ടതെന്ന് തോന്നുന്ന ആൾക്കാരെ മാത്രമേ ഇപ്പം വിളിക്കാറും എന്താ ഈ പരിപാടിയിൽ നിന്നൊക്കെ ചോദിക്കാറുള്ളൂ. അതിൻ്റെ അല്ലാത്തവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കണ്ട എന്നുള്ള തീരുമാനത്തിലാണ്. നമ്മളെന്താണോ എൻജോയ് ചെയ്യുന്നത് അത് തന്നെയായിരിക്കണം മറ്റുള്ളവർ എൻജോയ് ചെയ്യുന്നതെന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഇപ്പോഴത്തെ വിശ്വസ് പരിപാടികൾ പോകുന്നത്. അങ്ങനെ പോകുന്നു. ഇപ്പൊ ഈ ഓണം റിലീസായിട്ട് വന്നിട്ടുള്ള പ്രശാന്തന്റെ സിനിമകളൊക്കെ ഇല്ലേ? ആക്ച്വലി എനിക്കങ്ങനെ ഏതാണ് എന്താണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ഓണം റിലീസാണോ അതാണ് റിലീസാണോ, നമ്മുടെ സിനിമകൾ ഇറങ്ങുന്നു എന്നുള്ളതിനെ മാത്രമേ. ഓണം ഫെസ്റ്റിവൽ സീസണിൽ വരുന്നതിന് ഒരു കുറച്ചും കൂടെ ഒരു ഹൈപ്പും ആ ഒരു ആഘോഷവും ഒക്കെ ഉണ്ടാവുമല്ലോ. സിനിമ നല്ലതാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതൊരു ഫെസ്റ്റിവൽ ഉണ്ടാക്കുകയാണ് ചെയ്യുക. പറഞ്ഞു നേരാണ്, ഓണത്തിന് റിലീസാവുന്ന സിനിമകളുണ്ട്, വിഷുവിന് റിലീസാവുന്ന സിനിമകളുണ്ട്, ക്രിസ്മസ്, ന്യൂ ഇയർ, ഇതെല്ലാം ഓരോ ഒക്കേഷൻസാണ് സിനിമ റിലീസാവുന്നത്. പക്ഷേ ഒരു നല്ല സിനിമ വന്നത് സൂപ്പർ ഹിറ്റ് ആയാൽ ആക്ച്വലി അതൊരു ഫെസ്റ്റിവൽ ഉണ്ടാക്കുക ചെയ്യുന്നു, അതൊരു ഓളം ഉണ്ടാക്കുന്നു, അതൊരു ആഘോഷം ഉണ്ടാക്കുന്നു. ഇതേപോലെ തന്നെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ ആ സിനിമ കാണാൻ തിയേറ്ററിലേക്ക് വരുന്നു എന്ന് പറയുന്ന സിനിമയ്ക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇറ്റ് ക്രിയേറ്റ്സ് ഫെസ്റ്റിവൽ. ഫെസ്റ്റിവലിൽ സിനിമ ഇറങ്ങുക മാത്രമല്ല, സിനിമ ക്രിയേറ്റ്സ് ഫെസ്റ്റിവൽ ഇഫ് ഇറ്റ്സ് എ സൂപ്പർ ഡുപ്പർ ഹിറ്റ്. പ്രകാശേട്ടൻ്റെ ഇതുപോലെ ഓണം റിലീസായിട്ട് ചെയ്ത വർക്കുകളൊക്കെ ഇല്ല. ഞാനങ്ങനെ ഓണം റിലീസ് പടങ്ങളൊന്നും, ഞാൻ മ്യൂസിക് ഡയറക്ടറുള്ള പടങ്ങൾ വന്നിട്ടില്ല. വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് സിനിമകൾ ഓണം റിലീസൊക്കെ വന്നിട്ടുള്ള സിനിമകളുണ്ട്. പിന്നെ പൊതുവെ ഓണം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, നമ്മൾ പലർക്ക് വേണ്ടി വർക്ക് ചെയ്യുകയും കൂടെ ചെയ്യുന്നുണ്ട്. മിക്കപ്പോഴും ഇങ്ങനത്തെ ഫെസ്റ്റിവൽ ടൈമൊക്കെ ഞാൻ ഏതെങ്കിലും സ്റ്റുഡിയോകളുടെ അകത്തിരുന്ന് പണിയിലായിരിക്കും. തീർത്ത് കൊടുക്കണ്ടേ, ഓണത്തിന് റിലീസ് ചെയ്യേണ്ട പടങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു 48 hours മുമ്പ് വരെയും വർക്ക് ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് കഴിയുമ്പോൾ എവിടെയും പോയി പെടരുക എന്നുള്ളതല്ലാതെ അങ്ങനെ റിലീസ് ഓണത്തിന് എത്ര മണിക്കൂർ ഉറക്കമില്ലാതെ വർക്ക് ചെയ്തിട്ടുണ്ട്? നമുക്കൊരു ഇപ്പൊ പരമാവധി കുറച്ചിട്ടുണ്ട്. ബട്ട് 7 ദിവസമൊക്കെ ഉറങ്ങാതിരുന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെ ആ ഒരു മെന്റൽ കണ്ടീഷൻ എങ്ങനെയായിരിക്കും? അലമ്പായിരിക്കും. പവർ നാപ്പ് ഒക്കെ എടുക്കുമോ അതോ ചിലപ്പോൾ ഇരിപ്പിൽ അങ്ങനെ ഉറങ്ങി പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റ്? അപ്പൊ എങ്ങനെ ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യുന്നത് ഇത്രയും റെസ്റ്റ് ഇല്ലാതിരിക്കുമ്പോൾ? അത് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് അതിനങ്ങനെ ഒരു ഇതൊന്നും പറയാനില്ല. ക്രിയേറ്റിവിറ്റി ശരിക്കും വർക്ക് ആവുമോ? അല്ല, അങ്ങനെ വർക്ക് ആവാൻ വേണ്ടി ഉറങ്ങാതിരിക്കുന്നതല്ല, ഒരു സിറ്റുവേഷൻ്റെ പ്രശ്നം കൊണ്ടാണ്. ഇപ്പം 10-ാം തീയതി റിലീസ് ചെയ്യേണ്ട ഒരു സിനിമ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ വർക്ക് ചെയ്യാൻ കിട്ടുന്ന സമയം വളരെ കുറവ് സമയമായിരിക്കും.
10-ാം തീയതി റിലീസ് ചെയ്യേണ്ട പടം ഇവരുടെ കിട്ടുക മിക്കവാറും നമുക്ക് 30-ാം തീയതിയോ ഒരു 25th അങ്ങനെയൊക്കെ ആയിരിക്കും വരിക. അപ്പം അത് ചെയ്ത് അതിന് കറക്ഷൻ വരും, അത് വീണ്ടും ചെയ്ത് കറക്ഷൻ വരും, ഇങ്ങനെ ചെയ്ത് റിലീസ് ചെയ്ത് 2-3 ദിവസമായിരിക്കും ഔട്ട് കൊടുക്കേണ്ടി വരിക. അപ്പം അതാ പറഞ്ഞത് ഒരു 48 hours മുമ്പ് വരെ എന്തായാലും ഡെഫിനറ്റ്ലി വർക്ക് ചെയ്യേണ്ടി വരും. വർക്ക് ചെയ്യേണ്ടി വരേണ്ട സിറ്റുവേഷൻ ഉണ്ടാവും. അതങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത്. അപ്പൊ നമ്മൾ എത്ര മുമ്പ് തുടങ്ങിയത്, ഇപ്പൊ ഒരു 3 മാസം മുമ്പ് നമ്മൾ വർക്ക് തുടങ്ങിയാൽ ഡെഫിനറ്റ്ലി റിലീസിന് തൊട്ട് മുമ്പ് വരെ അങ്ങനെ പോകും. സമയമുള്ളപ്പോൾ സമയം ഉണ്ടല്ലോ എന്നുള്ളൊരു സാധനം കൂടെ വരുമല്ലോ. അപ്പം ചില കാര്യങ്ങൾ നമുക്ക് വീണ്ടും 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 പൊളിച്ചു പണിയായിട്ട് വരും. സിനിമയില് ഒരു സിനിമ മോശമാക്കാൻ വേണ്ടി ആരും എന്നാ പിന്നെ ഒരു മോശം സിനിമ ഇറക്കിയേക്കാം എന്ന് പറഞ്ഞാൽ ആരും ഒരു പ്രൊജക്ട് തുടങ്ങത്തില്ല. എന്റെ പൈസ കുറച്ച് കളഞ്ഞേക്കാന്ന് പറഞ്ഞ് പ്രൊഡ്യൂസറും തീരുമാനിച്ചിറങ്ങത്തില്ല. എന്നാ ഒരു പൊട്ടപ്പടം ഒരു കഥ എടുത്ത് ചെയ്തേക്കാന്ന് പറഞ്ഞൊരു സംവിധായകനും ഇറങ്ങത്തില്ല. എന്നാ പിന്നെ ഒരു വാളിപ്പടം ചെയ്തേക്കാന്ന് പറഞ്ഞ ഒരു നടനും ഡേറ്റ് കൊടുക്കത്തില്ല. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ സ്ട്രൈക്ക് ചെയ്യുമ്പോഴാണ് അവരൊരു സിനിമ ചെയ്യുന്നത്. ആ സിനിമ ചെയ്ത് ആ സിനിമയുടെ പ്രോസസ്സിൽ ചിലപ്പോൾ അപ്രതീക്ഷിതമായ പല കാര്യങ്ങളും നടക്കും. നമുക്ക് സിനിമ കണ്ടിട്ട് റിവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റും അത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു, അത് ഇങ്ങനെ ചെയ്തിരുന്നതിൽ നന്നായേനെ, അത് അങ്ങനെ ചെയ്യണമെന്നുള്ളത് ഇവരെക്കാട്ടിലും നന്നായിട്ട് അവർക്കറിയാം. കാരണം അവർ അതിനകത്ത് ഉറങ്ങിയും ഉണർന്നും ജീവിക്കുന്ന ആൾക്കാരാണ്. അറിയാം ഇതിങ്ങനെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ ചില സാഹചര്യങ്ങൾ വന്ന് നിൽക്കും. ഒത്തിരി ഘടകങ്ങൾ ബാധിക്കും ഒരു സിനിമയെ. ചിലപ്പം ഒരു ദിവസം രാവിലെ ഒരു ചെറിയ മഴ പെയ്താൽ മതി പ്ലാനിങ് മൊത്തം തെറ്റാൻ. അപ്പോൾ ഒരു ഡയറക്ടർ പിറ്റേ ദിവസം ഷൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങളും അസിസ്റ്റൻസ് എല്ലാം കൂടെ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ട് ലൊക്കേഷനിലേക്ക് ചെല്ലുമ്പോൾ ഔട്ട്ഡോറാണ് പ്ലാൻ ചെയ്തേക്കുന്നത്, പ്ലാൻ ബി മഴ പെയ്താൽ ഇൻഡോർ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും എന്നെല്ലാം പറഞ്ഞിട്ടായിരിക്കും ചെല്ലുന്നത്. ചെല്ലുമ്പോൾ പെട്ടെന്ന് മഴ പെയ്തു, എന്നാൽ നമുക്ക് ഇൻഡോർ സീൻ എടുക്കാം എന്ന് പറയുന്നവരൊക്കെ ആയിരിക്കും ആ ഡയറക്ടർ വന്ന് സാർ അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി പറഞ്ഞിട്ടില്ല, ആ പ്രോപ്പർട്ടി രാവിലെ വണ്ടി വരുന്ന വഴിക്ക് പഞ്ചറായി, അത് ഇന്നടത്ത് കിടക്കണം, അത് എത്താൻ ഇത്ര സമയം എടുക്കും. അപ്പോൾ ഇത്ര സമയം എടുക്കുമെന്ന് പറയുന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസറിൻ്റെ ഭാഗത്തു നിന്നൊരു പ്രഷർ വരിക, നമ്മൾ ഇന്നത് തീർത്തില്ലെന്നുണ്ടെങ്കിൽ ഇന്നലെ ഏതെങ്കിലും ഒന്ന് തീർത്തില്ല, ഇങ്ങനെ പ്രഷറൊക്കെ വന്നു കഴിയുമ്പോൾ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, മഴയത്തെ മറ്റേ സാധനം തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാം. മാക്സിമം ക്യാമറ മഴയില്ലാത്ത ഭാഗത്ത് വെച്ചിട്ട് ഇതിൻ്റെ ഡൈനാമിക്സ് മൊത്തം മാറും. അപ്പം പലപ്പോഴും ഇത് ഞാൻ ചെറിയ ഒരു കാര്യമാണ് പറഞ്ഞത്, ഇതുപോലെ അപ്രതീക്ഷിതമായിട്ടുള്ള 100 കണക്കിന് കാര്യങ്ങൾ സംഭവിക്കാവുന്നൊരു മേഖലയാണ് സിനിമ. അപ്പം പല ഘടകങ്ങൾ കൊണ്ട് ചിലപ്പോൾ നമ്മൾ പൊക്കോണ്ടിരിക്കുന്ന ട്രാക്കിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത ട്രാക്കിൽ നിന്ന് മാറി സഞ്ചരിക്കേണ്ടി വരും. ചില സമയങ്ങളിൽ അത് വളരെ പോസിറ്റീവായിട്ട് സംഭവിക്കാറുണ്ട്, ചില സമയങ്ങളിൽ അത് നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ അത് നെഗറ്റീവായി. അപ്പോൾ ഇതൊക്കെ തിയേറ്ററിൽ എത്തിക്കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അതുവരെ നമ്മൾ എല്ലാവരും ആത്മാർത്ഥമായി തന്നെ പണിയെടുത്തുണ്ട്. ഇപ്പോൾ പ്രകാശ് പറഞ്ഞാൽ പ്രകാശിനെ പോലെ ഒരു ടെക്നീഷ്യൻ ഒരിക്കലും സിനിമയുടെ മേക്കിംഗ് സ്ഥലത്ത് വരുന്ന ഒരാളല്ല. പക്ഷെ അയാൾ പോലും ആ സിനിമയ്ക്ക് വേണ്ടി 7 ദിവസം ഉറങ്ങാതെ വർക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇതേപോലത്തെ സ്ട്രെയിൻ സിനിമയിലെ ഓരോ മേഖലയിലും ഓരോ ടെക്നീഷ്യൻസും എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഓരോ സിനിമകൾ ഇറങ്ങുന്നത്. ഇറങ്ങി വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ദൈവാനുഗ്രഹം, ഭാഗ്യം, ഇറങ്ങുന്ന സമയം, ഇതിനെല്ലാം ആസ്പദമാക്കിയിട്ടായിരിക്കും ആ സിനിമയുടെ ഒരു വിജയത്തിലേക്ക് എത്തുക. ചിലപ്പോൾ തീരെ പ്രതീക്ഷയില്ലാത്ത ഈ പടം കൈവിട്ടു പോയി, ഇനി ഇറങ്ങട്ടെ ഭണ്ഡാരം എന്ന് പറഞ്ഞ് തിയേറ്ററിൽ പോലും റിലീസിൻ്റെ അന്ന് വരാതെ പേടിച്ച് റൂമിലിരിക്കുന്ന ഡയറക്ടർമാരുണ്ട്. ആ പടങ്ങൾ സൂപ്പർ ഹിറ്റായി പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ആരും എടുക്കാതെ റിലീസിന് ആരും എടുക്കാതെ പോയ പടങ്ങൾ ഇവിടെ 100 കോടി അടിച്ചിട്ടുണ്ട്. റിലീസ് ആരോ ഒരു ധൈര്യത്തിന് എന്നാൽ പിന്നെ കാശ് പോയാലും വേണ്ടില്ല, പയ്യന്മാരെ കഷ്ടപ്പെട്ടല്ലേ എന്ന് പറഞ്ഞ് എടുത്ത സിനിമ 100 കോടി അടിച്ചിട്ടുണ്ട്. എന്നാൽ വലിയ പ്രതീക്ഷയോടെ വന്നിട്ടുള്ള പല സിനിമകളും അതുപോലെ അച്ചീവ് ചെയ്യാതെയും പോയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പിന്നിലൊരു ആരും ഇത് മോശമാണെന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല. അതുകൊണ്ട് ഈ ഡയറക്ടേഴ്സിൻ്റെയും റൈറ്റേഴ്സിൻ്റെയും ആക്ടേഴ്സിൻ്റെയും ഒക്കെ തന്തയ്ക്കും തള്ളയ്ക്കും ഇരുന്ന് വിളിക്കുമ്പോൾ ഒരു മിനിമം ചിന്തിച്ചാൽ മതി. ഇത് മോശമാക്കണമെന്ന് വിചാരിച്ച് ചെയ്തൊരു കാര്യമല്ല, അത് ആ സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചു പോയതാണ്. ഇപ്പോൾ ഒരു അച്ഛനും അമ്മയും മകനോ മകളോ ചീത്തയാവണമെന്ന് പറഞ്ഞ് പ്രസവിക്കുന്നില്ലല്ലോ, വളർത്തുന്നുമില്ലല്ലോ. സാഹചര്യങ്ങളാണല്ലോ അവരെ ഓരോ തരത്തിലാക്കി മാറ്റുന്നത്. അതിൽ ഭയങ്കര വഴക്കാളിയായിട്ടും പ്രശ്നക്കാരനുമായിട്ട് നടന്ന പയ്യന്മാർ പിന്നീട് വലിയ പ്രയോജനമുള്ള ആൾക്കാരായിട്ട് മാറും. അതൊക്കെ അനുഭവങ്ങളാണ്. അതായത് മോശം അനുഭവങ്ങൾ, മോശം സിനിമകൾ സംവിധായകനും ടെക്നീഷ്യൻസിനും ഒരു പാഠമാണ് കൊടുക്കുന്നത്. നല്ല വിജയങ്ങളെക്കാട്ടിൽ കൂടുതൽ പാഠങ്ങൾ തരുന്നത് പരാജയങ്ങളാണെന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് കരുതുക. ലാലേട്ടൻ പറയുന്ന പോലെ മോനെ തലവേദനയിൽ നിന്നും അത് ആസ്വദിക്കാൻ പഠിക്കണം എന്ന് പറഞ്ഞാൽ പരാജയങ്ങളും ആസ്വദിക്കാൻ പഠിക്കും, അസഹിഷ്ണുത കാണിക്കാതിരിക്കും. നമുക്ക് പായസം പിടിച്ചു തുടങ്ങി നമുക്ക് എടുക്കാം. പ്രകാശ് ഉറങ്ങിയില്ലെന്ന് പറഞ്ഞ ഞങ്ങളുടെ കൂടത്തിനാണ്. അല്ല അതിന് ഞാൻ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ട്.
ചേട്ടായി ഭയങ്കര സന്തോഷം ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ വന്നതിന്. സിനിമാ പ്രാന്തിൽ ഭയങ്കര സന്തോഷമുള്ള ഒരു മൊമെന്റ് ആണ്. കാര്യം ഇവർ രണ്ടുപേരും സിനിമാ പ്രാന്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം പ്രകാശാണ് ഇപ്പം എൻ്റെ ആദ്യ സിനിമ ഇഡിയുടെ ലാലേട്ടനോട് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ വർക്ക് ചെയ്തത് പ്രകാശാണ്. പിന്നെ മോഹൻലാലിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പ്രകാശാണ്. കൽബിന്റെ ഫുൾ മ്യൂസിക് പാട്ടും ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം പ്രകാശാണ്. അത് മാത്രമല്ല ഞങ്ങൾ ചെയ്യുന്ന ഷീമാട്ടി പോലത്തെ ബ്രാൻഡുകളുടെ അഡ്വർടൈസിംഗ് ഇപ്പൊ ഈ ഓണത്തിന് അഡ്വർടൈസിംഗ് പോലെ പ്രകാശാണ്. സോ ഡെയിലി ഞങ്ങൾ സംസാരിക്കുന്ന ആൾക്കാരാണ്. ചേട്ടായെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതുവരെ ഇവന്റെ ഒരേ ഞാൻ വന്നിട്ടില്ല. ആകെ ഈ ഇന്റർവ്യൂ അല്ല അതിന് കാരണമുണ്ട്. കാര്യം ചേട്ടായി നമ്മൾ പോലത്തെ സിനിമയൊക്കെ ഞാൻ കോളേജ് പഠിക്കുന്ന പറയുന്ന സിനിമയാണ്. അപ്പം അതുപോലുള്ള ലെജൻഡറി ഡയറക്ടേഴ്സുമായിട്ട് വർക്ക് ചെയ്ത് ഒരു ബ്രാൻഡായി മാറി. അനിയന്റെ ഭാവി നശിപ്പിക്കാറുണ്ട്. അവനെ ലെജൻഡറി ഡയറക്ടേഴ്സിന്റെ നമ്മളുടെ സമയത്ത് കോളേജിൽ പഠിക്കാന്ന് വെച്ചാൽ ഇത് പ്രായമുണ്ടോ? ഞാനും ഒന്ന് കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. നമ്മളൊക്കെ 2-3 വർഷം വ്യത്യാസമുണ്ട്. ആണോ? ഞാൻ എന്റെ PG കഴിഞ്ഞ് നെക്സ്റ്റ് ഇയറാ ഞാൻ ഇത് ചെയ്യുന്നത്. അതെ ഞാൻ പറഞ്ഞു ഞാനൊരു +2 പഠിക്കുമ്പോഴാണ് നമ്മൾ ഇറങ്ങുന്നത്. കോളേജ് സ്കൂളായി ഇനിയിപ്പോ അംഗനവാടിയാവും. അംഗനവാടി ടീച്ചർമാരെ അല്ല അങ്ങനെയല്ല. എനിക്ക് പ്രശ്നം ചേട്ടാടി ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ 2 കൈൻഡ് ഓഫ് ഡയറക്ടേഴ്സുമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് നിങ്ങൾ അല്ലെ? ഇപ്പൊ പണ്ട് കമൽ സാറിനെ പോലത്തെ ഇല്ലെങ്കിൽ ആ ഒരു ഏരിയയിലുള്ള എല്ലാവരും വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലുള്ള ഇന്നത്തെ വെബ് സീരീസ് പോലെ ഇന്നത്തെ ജനറേഷൻ മൂവി സെറ്റിൽ വർക്ക് ചെയ്തത് എന്താണ് ആ ഒരു ട്രാൻസ്ഫോർമേഷനിൽ 2K കിഡ്സ് അല്ലെങ്കിൽ ഇന്ന് പറയുന്ന 2K കിഡ്സ് മൂവീസിലും ഇല്ലെങ്കിൽ അന്നത്തെ സിനിമകളിലുള്ള മാറ്റം തോന്നുന്നത്? മാറ്റം എന്നുള്ളതല്ല, രണ്ട് രീതികളാണ് അറ്റൻഡ് ചെയ്തത്. അന്നത്തെ സിനിമ എന്ന് പറഞ്ഞാൽ പ്രധാനമായ കാരണം അന്ന് ഫിലിമിലാണ് സിനിമ നടന്നത്. ഫിലിം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഫിലിം നഷ്ടപ്പെടുത്താത്ത ആൾക്കാരെ അഭിനയിക്കാൻ വിളിക്കാറുള്ളൂ. എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ അഭിനയിക്കാൻ വിളിക്കാറുള്ളൂ. ഫിലിം കളയാൻ ഒരു സിനിമയ്ക്ക് ഇത്ര അടി ഫിലിമെ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ നിയമം ഉണ്ടായിരുന്നു. അപ്പോൾ ചില സിനിമകളിൽ ഫിലിം തീർന്നു പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ കൺട്രോളർമാർ ഇരുന്ന് അപ്പം നടക്കുന്ന സിനിമകളിലെല്ലാം വിളിക്കും. ഏതെങ്കിലും പടത്തിൽ അധികം ഫിലിം യൂസ് ആവാതിരുന്നിട്ടുണ്ടോ, അപ്പോൾ അവിടുന്ന് വണ്ടി വിട്ട് അവിടുന്ന് ഫിലിം കളക്ട് ചെയ്യുക. ഇതൊക്കെ ഇന്റേണലി നടക്കുന്ന അഡ്ജസ്റ്റ്മെന്റ് ആണ്. അസോസിയേഷനിൽ പറഞ്ഞാൽ ഇതിനൊക്കെ പ്രശ്നമാണ്. അപ്പം അന്ന് ഈ കൂട്ടായ്മ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ ബന്ധങ്ങൾ ശക്തമാകുന്നത്. അപ്പോൾ അവിടുന്ന് ഫിലിം എടുത്തുകൊണ്ട് ഇവിടുന്ന് ഫിലിം എടുത്തുകൊണ്ട് വരും, എന്നിട്ട് അത് ഷൂട്ട് ചെയ്യും ചില പടങ്ങളിൽ അങ്ങനെ. അപ്പോൾ ഫിലിം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നുകൊണ്ട് അച്ചടക്കം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അന്നത്തെ കാലത്ത്. അന്നത്തെ കാലത്തെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളതല്ലാതെ ഒന്നും സിനിമയിൽ ഷൂട്ട് ചെയ്തില്ലായിരുന്നു. വളരെ ആവശ്യമുണ്ടെന്ന് ഷോർട്ട് ഡിവിഷൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സീൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3 പേജ് സീനാണെന്നുണ്ടെങ്കിൽ കൃത്യമായി മാർക്ക് ചെയ്തിട്ട് ഇത്രയും തൊട്ട് ഇത്രയും വരെ ഒരു ഷോട്ട്. നമുക്ക് ആക്ടേഴ്സിന് അത്രയും ഡയലോഗ്സ് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ അത്രയും പെർഫോം ചെയ്താൽ മതി. കറക്റ്റ് അത് കഴിയുമ്പോൾ കട്ട് പറയും. ആവശ്യമില്ല ഷോട്ട് പിടിക്കില്ല. അവിടെ കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് ഷോട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്യൂ മാത്രം പിടിച്ചാൽ മതി. ഏത് ഷോട്ടിലാണോ നമ്മൾ പറഞ്ഞ് നിർത്തിയത്, എന്നാൽ ശരി അപ്പോൾ നാളെ വരാം, ഓക്കെ കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഇവിടെ നിന്നാണ് ഷോട്ട് വരുന്നത്. ഈ ആക്ഷൻ മാത്രം കൊടുത്തിട്ട് അടുത്ത ഡയലോഗിലേക്ക് നമുക്ക് കയറി പോവാം. അപ്പം ഒരു പർട്ടിക്കുലർ ഷോട്ടിൽ എന്താണോ വരുന്നത് അതിനെപ്പറ്റി മാത്രം ചിന്തിച്ചിട്ട് അതിലെന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ആ സംഭവം മാത്രം നമുക്ക് ആക്ടിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഇപ്പം മാറി വന്നിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഫിലിമിൻ്റെ പ്രശ്നമില്ല, ഡിജിറ്റലാണ്, എത്ര വേണമെങ്കിലും ഷൂട്ട് ചെയ്യാം, എഡിറ്റിംഗ് ടേബിളിലാണ് സിനിമ ഉണ്ടാകുന്നത്. അപ്പം ഒരു സീൻ 10-15 പ്രാവശ്യം അഭിനയിക്കേണ്ടി വരുന്നു. ഒരേ ഡയലോഗ് തന്നെ 10-20 പ്രാവശ്യം പറയണം. ഇവിടുന്ന് എടുക്കും ഒരു ആംഗിളിൽ, അവിടുന്ന് ഒരു ആംഗിളിൽ എടുക്കും, അവിടുന്ന് ഒരു ആംഗിളിൽ എടുക്കും, അവിടുന്ന് ഒരു ആംഗിളിൽ എടുക്കും, ഇവിടുന്ന് ഒരു സെഷൻ, അവിടുന്ന് എല്ലാം ഫുള്ള് നമ്മൾ പറയണം. പറഞ്ഞ് നമ്മൾക്ക് ആക്ച്വലി കോൺസെൻട്രേഷൻ പോകും. ആദ്യം ചെയ്യുന്നത് ഭയങ്കര എക്സൈറ്റിംഗിലായിരിക്കും, രണ്ടാമത് ചെയ്യുമ്പോൾ അത് ഇച്ചിരി കുറയും, മൂന്നാമത് ചെയ്യുമ്പോൾ കുറയും, പിന്നെ 5-6 മെക്കാനിക്കലായി. ചില ആക്ടേഴ്സിന് ഇപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഷോട്ടിൽ എന്തെങ്കിലും ഒരു സാധനം ചെയ്താൽ പിന്നെ അത് റിപ്പീറ്റ് ചെയ്യാൻ എനിക്ക് മെൻ്റലി ഇഷ്ടമല്ല. കാരണം ആ ചെയ്യുമ്പോഴുള്ള ഫ്രഷ്നെസ് എല്ലാവരുടെ മുഖത്ത് നോക്കുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ആണ്. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് മെക്കാനിക്കലായി. ഡയറക്ടറെ സംബന്ധിച്ച് കുറേ ഓപ്ഷൻസ് കിട്ടുകയാണ്, ആംഗിൾസ്, ഷോർട്ട് സിനിമ ഉണ്ടാക്കിയെടുക്കുന്ന കുറേ ഓപ്ഷൻസ് കിട്ടുകയാണ്. പക്ഷേ ആക്ടേഴ്സിനെ സംബന്ധിച്ച് അത് വേറെ പലതരത്തിൽ സ്ട്രെയിനുകളുണ്ടാകുന്നു. പണ്ടത്തെ സിനിമയിൽ ആ പ്രശ്നങ്ങളില്ലായിരുന്നു, പക്ഷെ ഡയറക്ടേഴ്സിന് ഓപ്ഷൻസും കുറവായിരുന്നു. അതായത് ഒരു ഷോട്ട് എക്സ്ട്രാ വേണം, അന്നൊരു ഷോട്ട് എടുക്കായിരുന്നു, പിന്നീട് ചിന്തിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇന്ന് ഈ പറഞ്ഞ പോലെ എല്ലാത്തിനും മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഉണ്ട്. ഇപ്പോൾ സിനിമ കുറച്ചും കൂടെ ഈസി ആയിട്ടുണ്ട്. പണ്ടത്തെ സിനിമ എന്ന് പറഞ്ഞാൽ ഈ അച്ചടക്കം എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു പല കാര്യങ്ങളും, ഭയങ്കര റിജിഡ് ആയിരുന്നു സിനിമ. ഇത് ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുണ്ട് പല കാര്യങ്ങളും.
പിന്നെ അന്ന് ആക്ടേഴ്സ് ഈ പറഞ്ഞ പോലെ ഫിലിമിൽ ബേസ്ഡ് ആക്കാത്ത ആക്ടേഴ്സ് മസ്റ്റ് ആയിരുന്നുകൊണ്ട് ഒരേ ആക്ടേഴ്സിന് പല സിനിമകളിൽ അഭിനയിക്കുകയായിരുന്നു. അപ്പം ഡേറ്റ് ക്ലാഷസ്, പ്രശ്നങ്ങൾ, ചില സിനിമ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങൾ. ഇന്ന് ആ പ്രോബ്ലംസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറെ കൂടുതൽ ആക്ടേഴ്സ് വന്നു. പണ്ട് ഫിലിമിൽ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ട് പോലും രക്ഷപ്പെടാവുന്ന പല ആൾക്കാരും ഡിജിറ്റൽ സിനിമ വന്നതിന് ശേഷം വലിയ താരങ്ങളായി മാറിയിട്ടുണ്ട്. കാരണം അവർക്ക് കൂടുതൽ സമയം കൊടുക്കാനും എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെയുള്ള സമയം ഡയറക്ടേഴ്സിന് കിട്ടുന്നുണ്ട്. അവരെ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാനുള്ള ഫ്രീഡം കിട്ടുന്നുണ്ട് സിനിമയിൽ. അപ്പോൾ രണ്ടിനും അതിൻ്റെതായിട്ടുള്ള മെറിറ്റ്സും ഡിമെറിറ്റ്സും എല്ലാം ഉണ്ട്. പിന്നെ കുറച്ചും കൂടെ വ്യത്യസ്തമായ പുതിയ സിനിമകൾ ഇന്നും ഉണ്ടാവുന്നുണ്ട്. അന്നും അങ്ങനത്തെ ചെറിയ സിനിമകൾ ഉണ്ടായിരുന്നു. സിനിമ മുന്നോട്ട് തന്നെയാണ്, അതാണ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം. പിന്നെ പ്ലാറ്റ്ഫോം വന്നതോടെ പോലത്തെ ആർട്ടിസ്റ്റുകൾക്ക് ഒരുപാട് പ്ലേസ്മെന്റുകൾ ഉണ്ട്. കുറിച്ച് പറയുന്ന പോലെ അല്ലെങ്കിൽ ഇപ്പം വെബ് സീരീസ് പോലെ ഒരുപാട് കണ്ടന്റ് വരുന്നു. ആ കണ്ടന്റുകൾ വീടുകളിൽ സ്വീകാര്യ മുറികളിൽ ഭയങ്കരമായിട്ട് അല്ലെ, ആ ക്യാരക്ടറെ കുറിച്ച് ഓൺലൈനിൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നു. എത്രത്തോളം ആ ഒരു മൂവ്മെന്റ് ഇപ്പം ഈ ഒരു കൈൻഡ് ഓഫ് ആർട്ടിസ്റ്റുകൾ എത്രത്തോളം ബെനിഫിറ്റ് ആയിട്ടുണ്ട്? കൂടുതൽ പ്ലാറ്റ്ഫോംസ് വരുന്നത് സിനിമയ്ക്ക് ബെനിഫിഷ്യറി തന്നെയാണ്. കാരണം തിയേറ്ററിൽ സിനിമ ഇറങ്ങി വിജയിപ്പിക്കുക അല്ലെങ്കിൽ തിയേറ്ററിന് വേണ്ടിയിട്ടുള്ള സിനിമ എന്ന രീതിയിൽ മാത്രം ശ്രമിക്കാതെ നമുക്ക് വ്യത്യസ്തമായ കോൺസെപ്റ്റിൽ ഒരു ചെറിയ സിനിമ OTT പ്ലാറ്റ്ഫോം, ഇപ്പം OTT പ്ലാറ്റ്ഫോംസിന്റെയും ഇക്വേഷൻസ് മാറിയിട്ടുണ്ട്. തിയേറ്ററിൽ ഇറങ്ങി വിജയിക്കുന്ന സിനിമകൾ മാത്രമേ അവർ എടുക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നത് കുറേയൊക്കെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലും നല്ല കോൺസെപ്റ്റുകൾ, നല്ല സബ്ജക്റ്റുകൾ അവരെ അട്രാക്ട് ചെയ്യുന്ന സാധനങ്ങൾ അവർ ഡയറക്റ്റ് റിലീസ് ചെയ്യാറുണ്ട് ഇപ്പോഴും. പക്ഷെ അതൊരു ഷുവർ ബിസിനസ് എന്നുള്ള രീതിയിൽ പോർട്രേ ചെയ്യാൻ അവർ സമ്മതിക്കുന്നില്ല. സിനിമ കാണാൻ പല ചാനൽസ് ഉണ്ടാവുന്നത്, പല വഴികൾ ഉണ്ടാവുന്നത് സിനിമയുടെ വളർച്ചയ്ക്ക് ഭയങ്കരമായിട്ട് മുന്നിൽ. ആർക്കും സിനിമ ചെയ്യാം. മൊബൈലിൽ എടുക്കുന്ന സിനിമ പോലും കാണിക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ആ ഒരു ട്രെൻഡി കൈൻഡ് ഓഫ് മൂവീസിന് ഭയങ്കരമായിട്ടുള്ള പ്ലേസ്മെന്റ് വന്നു തുടങ്ങി സിനിമ. എന്തായാലും പായസം പായസമായിട്ടുണ്ട്. നിങ്ങൾ കുടിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം. ആരുണ്ടാക്കി പായസം? പ്രകാശാണ് കൂടുതലും പ്രശാന്തനാണ് ഉണ്ടാക്കിയത്. തൊണ്ടയ്ക്ക് ഇടയ്ക്ക് മെല്ലി ഇട്ടാണ് ഞങ്ങൾ തൂത്തുവാരി കളഞ്ഞു. ചില വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിരുന്നുണ്ടല്ലോ. നമ്മൾ കുറച്ചു നേരം ഇരുന്നിട്ട് അതങ്ങ് പിടിച്ചു. മതിയടാ, മതി കഴിക്കാൻ നമുക്ക് ഇതിന് ശേഷം ഹോട്ടലിൽ പോയി നല്ല പായസം കുടിക്കാം കേട്ടോ. ഇത് നല്ല പായസമാണ്. എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. മൊത്തം സെയിം റിയാക്ഷൻ തന്നെ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. എല്ലാവർക്കും കൊടുക്കാനുള്ള. അയ്യോ, ഒന്നുകൂടെ കൊടുക്കോ പ്രശാന്ത് ഏട്ടാ? ഇതിന്റെ ഉദ്ദേശം എന്താന്ന് മനസ്സിലായില്ലേ? എന്തെങ്കിലും പറ്റുകയാണ് നമ്മളെല്ലാവരും ഒറ്റയ്ക്ക് എങ്ങനെ പോകാൻ വേണം. കുടി. അവനൊന്നും കൂടെ കൊടുക്കാവോ? സന്തോഷമില്ലാത്ത മോക്കാരും തന്നില്ലല്ലോ. മോളല്ലേ ഞങ്ങളെ കൊണ്ട് കുടിപ്പിച്ച. ചൂടുണ്ടെന്ന് ഒന്ന് ആക്കി വീഴുമ്പോ അറിയാം. കുറച്ച് പിടിച്ചു പോയെന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല പായസം. ദൈവമേ, പിടിച്ചു എന്നൊന്നും പറയരുത്. വേറെ എന്തെങ്കിലും സഹിക്കും. ഓണമായിട്ട് മനുഷ്യന് ടെൻഷൻ ഉണ്ടാക്കരുത്. പായസം കുറച്ച് അടിയിൽ പിടിക്കില്ല. ഇനി നമ്മള് കുറെ നാട്ടുകാരല്ലേ. ഞാൻ കുറെ നേരമായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അടിയിൽ പിടിക്കേണ്ട ഒരു കാര്യം. അത് ആ സമയം പ്രശാന്തന്റെ സംസാരിച്ചു വന്നപ്പോ ഞാൻ കുറെ ഇളക്കില്ലേ, അപ്പൊ ഇളക്കത്തിന്റെ സ്പീഡ് ഇച്ചിരി കുറഞ്ഞു പോയി. അതിന്റെയാണ്. ഇങ്ങനെ പേടിക്കല്ലേ. ലാസ്റ്റ് കുറച്ച് ഓണം ക്വസ്റ്റ്യനോട് ഞാൻ നേരത്തെ ചോദിച്ചായിരുന്നു. ഇപ്പൊ ഇക്കയും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ് കുറെയൊക്കെ നേരത്തെ ചോദിച്ചായിരുന്നു. ഓക്കെ, മൂന്നാം ഓണം എന്നാണ് ആഘോഷിക്കുന്നത്? 3 പേരോടും കൂടെ. മൂന്നാം ഓണം എന്നാണ്? ഉത്രാടം, ഓണം, പിന്നെന്തോ? ഉത്രാടം, ഓണോ? അല്ല, ഉത്രാടം, തിരുവോണം, അത് കഴിഞ്ഞ് എന്തൊക്കെയാന്ന് പറ. ഇതെല്ലാം എന്നെ കൊണ്ടാണ് പറയിക്കുന്നത്. നേരത്തെ തൊട്ട് ഇങ്ങനെ തന്നെയാ. തിരുവോണം, പിന്നെ പറ. തിരുവോണം കഴിഞ്ഞിട്ട് ഏതാ പറ?
പറഞ്ഞേ കുഴപ്പമില്ല, സമയമുണ്ടാ പറഞ്ഞേ. ഒന്നാം ഓണം ഏതാന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവള് ഉത്തരം നോക്കി കണ്ടുപിടിക്കുന്നത് തപ്പുന്നകള് കിട്ടി. ഒന്നാം ഓണം എന്തെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി കിട്ടും. ഒന്നാം ഓണം ഏതാ ശരിക്കും? ഒന്നാം ഓണം തിരുവോണം. ഒന്നാം ഓണം തിരുവോണം അല്ല. അവട്ടം. അപ്പൊ മൂന്നാം ഓണമാണ് അവട്ടം. മൂന്നാം ഓണം അവട്ടം. ഞാൻ ഉത്തരം പറഞ്ഞല്ലോ. അവട്ടം. ശരി, അവിട്ടമാണ് മൂന്നാം ഓണം. ഓണം എന്ന വാക്കിന്റെ അർത്ഥം? ഓണം വന്നല്ലോ. എല്ലാരും ഒരുപോലെ എന്നുള്ളതാണ് ഓണം എന്ന വാക്കിന്റെ അർത്ഥം. അതെ, അത് തന്നെയാണ് ഒന്നാവുക, എല്ലാരും ഒന്നുപോലെ തന്നെ. ഈ ഫോണിൽ നോക്കിക്കഴിഞ്ഞാൽ ഇനി മൈനസ് ഉണ്ടാ. അത്തം കഴിഞ്ഞ് എത്രാമത്തെ ദിവസമാണ് തിരുവോണം? അത്തം 10-ന്. അത്തം കഴിഞ്ഞ് എത്രാം ദിവസമാണ്? 9 ദിവസം. സിമ്പിൾ. വായിക്കാനും ഒരു ഡാഷ് ആണ്, അത് ഫില്ല് ചെയ്യണം. പ്രശാന്തൻ ഇങ്ങനെ ഡാഷ് ഫില്ല് ചെയ്യണേ. പാട്ടാ, ഞാനിപ്പോ പഴയ പാട്ടന്നെ. ഓണം വന്നല്ലോ, ഊഞ്ഞാലിട്ടല്ലോ, പൊടിയെടുത്തല്ലോ, ഉണ്ണി ചളി മറിഞ്ഞല്ലോ, കൂട്ടുകാരെ വരുന്നില്ലേ, സന്ധ്യ വരും മുമ്പേ ഉണ്ണി പന്ത് കളിക്കണ്ടേ. പിന്നെ ഒരു മ്യൂസിക് ഡയറക്ടറിന് പാട്ടറിയത്തില്ലേ? ഇക്കും പറയാം. ഒന്നുകൂടെ ചോദിച്ചേ. ഓണം വന്നല്ലോ, ഊഞ്ഞാലിട്ടല്ലോ, ആ പാട്ട് നിനക്കറിയോ? നീ അത് പാട്. ഓണം വന്നല്ലോ, ഊഞ്ഞാലിട്ടല്ലോ, കോടിയെടുത്തല്ലോ, ഉണ്ണി ചാടി മറിഞ്ഞല്ലോ, സദ്യക്ക് ചോറ് വിളമ്പണ്ടേ. പുതിയ ലിറിക്സ് ഒക്കെ ഉണ്ടാക്കി. അറിയില്ല. അവിടെ വരെ പഠിക്കൊക്കെ അറിയോ? അറിയില്ല. കൂട്ടുകാരെ വരുന്നില്ലേ, വീട്ടിലിരുന്നാലോ, സന്ധ്യ വരും മുമ്പേ പന്ത് കളിക്കണ്ടേ. ഓക്കെ, അടുത്തത്. വാമനൻ മഹാബലിയോട് ചോദിച്ചതെന്ത്? ഓണത്തിനെന്താ പരിപാടി? അത് എക്സ്പ്ലെയിൻ ചെയ്യണം. അത് എക്സ്പ്ലെയിൻ ചെയ്യണോ? അതല്ല, ആ ചോദിച്ചത് എന്താണെന്നുള്ളത്. ചോദിച്ചത് അദ്ദേഹത്തിന് ധ്യാനിക്കാൻ 3 അടി മണ്ണ് വേണം എന്നാണ് ചോദിച്ചത്. തരുമോ ഇന്ദ്രസേന രാജാവേ? എന്നിട്ട് എന്തൊക്കെയാ കൊടുത്തേ? 3 അടി കൊടുത്തു. അല്ല, അത് കഴിഞ്ഞിട്ട് മറ്റു സാധനങ്ങളൊക്കെ വരില്ലേ? ഈ മറ്റു പ്രോസസ്സിലോട്ട് എത്തില്ലേ? ആദ്യത്തെ ചവിട്ടിൽ തന്നെ ഭൂമി മുഴുവൻ കാൽക്കീഴിലായി, പിന്നെ ആകാശം കാൽക്കീഴിലായി, പിന്നെ വെക്ക സ്ഥലമില്ലാതായി. അപ്പോൾ ഓക്കെ, അതന്നെ കറക്റ്റ്. അടുത്തത് ഓണവുമായി ബന്ധപ്പെട്ട വള്ളംകളി. മുത്തട്ടാതി വള്ളംകളി, ആറന്മുള. ഓണത്തിന്റെ ആദ്യ ദിവസം ഏത് കളർ പൂവാണ് പൂക്കളത്തിന് ഉപയോഗിക്കേണ്ടത്? ഓറഞ്ച്. അല്ല, അതിന് എല്ലാ കളറും പറയേ. അല്ല. മഞ്ഞ. അല്ല. വെള്ള. വെള്ള. വെള്ള കളർ. നീ ഇങ്ങനെ കാണിച്ചു, ഞാൻ നീലെന്ന് പറഞ്ഞു. ഇക്കാര്യം വെള്ള പറഞ്ഞു, എന്നിട്ട് ഇവര് പറയാൻ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പം ഓണത്തിന്റെ ഓൾറെഡി നമ്മൾ ഗെയിംസ്, ഈ ക്വസ്റ്റ്യൻസ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ സെക്കൻഡ് റൗണ്ട് ആയിരുന്നു ഗെയിംസിന്റെ. എങ്ങനെയുണ്ടായിരുന്നു? കുറച്ച് ഓണം നോളജ്. കഴിഞ്ഞ ഓണത്തിന് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു, നോളജ് കൊടുത്തു. കഴിഞ്ഞ ഓണം ഇപ്പൊ മറന്നാ? ഈ ഓണം ഇനി മറക്കോ? ഇപ്പൊ ഇതാണ് അങ്ങനെ വേണം, ഇതിന് മറക്കരുത്. ഓക്കെ, അപ്പൊ ഈ ഓണം, ഈ വർഷത്തെ ആദ്യത്തെ ഓണം ആഘോഷമായിരുന്നല്ലോ ഇത്. ഇനിയുള്ള ഓണങ്ങളല്ല ഇതുപോലെ തന്നെ കളർഫുൾ. അടുത്തോട്ട് അവിയലും പായസം, അല്ല പായസം, അവിയൽ, സാമ്പാർ, തോരൻ, അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. അപ്പൊ എന്തായാലും നമ്മുടെ ഓണം അടിപൊളിയാക്കി. ഹാപ്പി ഓണം. എല്ലാവിധ ഇനി വരാൻ പോകുന്ന വർക്കുകൾ, പ്രകാശന്റെയും പ്രശാന്തന്റെയും വരാൻ പോകുന്ന എല്ലാ വർക്കുകൾക്കും എല്ലാ ആശംസകളും നേരുന്നു. ഇപ്പൊ ഓണം റിലീസായിട്ടും സിനിമ എത്തുന്നതിന് എല്ലാ വിജയവും നേരുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് ഹാപ്പി ഓണം. ഓഡിയൻസിനും ഈ വർഷം അങ്ങനെ സിനിമ അനൗൺസ് ചെയ്തു. നമ്മുടെ ഓഡിയൻസിന് ഒരു ഹാപ്പി ഓണം പറയോ? വിഷിംഗ് പറഞ്ഞോ, ചേർത്ത് പറഞ്ഞു. പൊന്നിൻ ചിങ്ങമാസത്തിൽ എത്തുന്ന പൊന്നോണത്തിന് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹാപ്പി ഓണം. താങ്ക് യു. ബൈ ബൈ.
ഓക്കെ